Welcome back to La Cuisine with Rez Unicorn Vlogs. നമ്മുടെ ഈ തിരക്കേറിയ ജീവിതത്തിൽ നമ്മുടെ ഹെൽത്ത് ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളത് ഇഗ്നോർ ചെയ്യുന്നതും എന്നാൽ വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും അതിനൊക്കെ സമയം എവിടെയെന്ന്. Yes, I understand. But with small steps, we can achieve a lot over a period of time ഇല്ലേ? ഫുഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. One of the best food one can opt for any time. അവൽ. അവൽ ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? ഹെൽത്തി ആൻഡ് അറ്റ് ദ സെയിം ടൈം ടേസ്റ്റി ആണെങ്കിൽ പിന്നെ എന്ത് വേണം അല്ലേ? അവൽ ഒരു വളരെ നല്ല ഓപ്ഷനാണ്. ഈ ബിസി വർക്ക് ലൈഫിൽ യു കീപ് സ്നാക്കിംഗ് ഓൺ അൺഹെൽത്തി ഫുഡ്. അതിന് നമ്മൾ ഇന്നൊരു നല്ല ഓൾട്ടർനേറ്റീവ് കാണുന്നതാണ്. അവൽ ലഡു ആണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി. യു ക്യാൻ സ്നാക്ക് ഓൺ ഇറ്റ് വൈൽ യു ആർ അറ്റ് ഹോം ഓർ ഇൻ ഓഫീസ്, or you can say it is the best option for your sweet cravings after dinner. നമുക്ക് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് കാണാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. അവൽ ലഡുവിന് ആവശ്യമായിട്ടുള്ളത് ഞാനിവിടെ എടുത്തേക്കുന്നത് ഡബിൾ ഹോഴ്സിന്റെ റെഡ് റൈസിന്റെ അവലാണ്. അത് 2 കപ്പ് എടുത്തിട്ടുണ്ട്. 2 സ്ലൈസ് ബ്രൗൺ ബ്രെഡ്, 1 കപ്പ് തേങ്ങ, 1 കപ്പ് ശർക്കര, പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ബദാം, കിസ്മിസ്, കാഷ്യൂനട്ട്, പിന്നെ നെയ്യ്. ഇനി നമുക്ക് ഇതിന്റെ പ്രിപ്പറേഷനിലേക്ക് കടക്കാം. അവൽ ലഡുവിന്റെ പ്രിപ്പറേഷനിൽ ആദ്യമായിട്ട് നമുക്ക് ചട്ടി ചൂടാക്കിയിട്ട് 2 കപ്പ് അവല് വറുത്തെടുക്കണം. 2 കപ്പ് അവലിട്ടു. ഒരു മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കണം. കരിഞ്ഞു പോകാതെ നോക്കണം അവല്. നമുക്കിനി ഇതൊന്ന് വറുത്തെടുക്കാം. അവല് ക്രിസ്പി ആവുന്നവരെ നമ്മൾ വറുത്തെടുക്കണം. അവൽ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കണ്ടറിയാം ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുള്ളൂ, കരിഞ്ഞിട്ടില്ല. നമുക്കിതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഒരു 1.5 കപ്പ് വെള്ളം ഒഴിക്കാം. എന്നിട്ട് അതിലേക്ക് ഈ ശർക്കര ആഡ് ചെയ്യണം. ശർക്കര അരിഞ്ഞതിന് ശേഷം നമുക്ക് അതിൽ നിന്നുള്ള ഇത് അരിച്ചെടുക്കണം. ഇളക്കിയെടുക്കാം. അലിയുന്ന വരെ നോക്കാം. നമുക്ക് ഇനി ഫുൾ അലിഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം. ശർക്കര അലിഞ്ഞിട്ടുണ്ട്, നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. എന്നിട്ട് വേണം ലഡു ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഇതിൽ കല്ലും മണ്ണും ഒക്കെ കാണും. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. തീ ഓഫ് ചെയ്തിട്ട്. പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊന്ന് നെയ്യ് ഒഴിച്ചിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് മൂപ്പിച്ചെടുക്കണം. കരിഞ്ഞു പോയാൽ നോക്കണം. നെയ്യ് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം. ഡ്രൈ ഫ്രൂട്ട്സ് മൂത്തിട്ടുണ്ട്. നമുക്ക് ഇതിനെ എടുക്കാം.
ശർക്കര ഇനി ഒന്ന് പാനി കാച്ചണം. അതിനായിട്ട് പാൻ ചൂടാക്കിയിട്ട് അതേ പാനിൽ തന്നെ നമ്മൾ ഒഴിക്കുകയാണ്. ആ സമയം കൊണ്ട് നമുക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന അവൽ ഒന്ന് പൊടിച്ചെടുക്കണം. പാൻ ചൂടാക്കിയിട്ട് നമ്മൾ അരിച്ചെടുത്ത ശർക്കര പാനി കാച്ചാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് വറുത്ത് മാറ്റി വെച്ചേക്കുന്ന അവൽ പൊടിച്ചെടുക്കണം ലഡുവിനായിട്ട്. അത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ബ്രൗൺ ബ്രെഡ് നമ്മൾ ഒന്ന് ചൂടാക്കാൻ വെച്ചേക്കാണ് ദോശക്കല്ലിൽ. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. എന്നിട്ട് അതും നമ്മൾ അവലിൻ്റെ ഒപ്പം പൊടിച്ചെടുക്കണം. ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ ഇടുന്നതായിരിക്കും. ഇതിൻ്റെ കട്ടി കണ്ടാൽ അറിയാതെ തന്നെ കട്ടിയായിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് തേങ്ങ ഇടാം. തേങ്ങയിട്ട് നല്ലോണം ഒന്ന് ഇളക്കണം. ആ ബാക്കിയിരിക്കുന്ന നെയ്യ് നമ്മളിതിലേക്ക് ഒഴിക്കുകയാണ്. നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഫ്രൈ ചെയ്യാൻ വെച്ചിരുന്ന നെയ്യ് നമ്മളിതിലേക്ക് ഒഴിക്കുകയാണ്. ഇതിൻ്റെ കൂടെ ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ആഡ് ചെയ്യാണ്. നന്നായിട്ട് ഇളക്കണം. ഇതിലേക്ക് നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്ന ബ്രെഡും അവലും ഇന്നത്തേക്ക് ആഡ് ചെയ്യണേ. ഇളക്കിയെടുക്കണം. ഇനി ഇതൊന്ന് സ്പീഡിൽ ഇളക്കിയെടുക്കണം. ലഡുവിൻ്റെ മിക്സർ നല്ലോണം ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ചട്ടിയിൽ നിന്ന് ഊരി വരുന്നുണ്ട്. ഇനി ഇത് ഒരു നെയ്യ് പുരട്ടിയ പാത്രത്തിലേക്ക് നമുക്കിത് മാറ്റണം. നെയ്യ് പുരട്ടിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അത് ചൂട് പോകാതെ തന്നെ ഇത് ലഡുവിൻ്റെ ഷേപ്പിലാക്കി എടുക്കണം, ഉരുട്ടിയെടുക്കണം. നമുക്കിതിനെ ഒന്ന് ഉരുട്ടിയെടുക്കാം. അവൽ ലഡു ഉരുട്ടിയെടുക്കുന്നുണ്ട്. അവൽ ലഡു ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഈ പാകത്തിന് വേണം, ഈ സൈസ് വേണം ഉരുട്ടിയെടുക്കാൻ. അതിനെ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റാണ്. ഞാൻ ഉരുട്ടിയെടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള സൈസിൽ ചെറുതോ വലുതോ ആയിട്ട് ഉരുട്ടിയെടുക്കാം. And the Aval Laddu is ready. So ഇതിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് red rice aval and brown bread ആണ്. You can even opt for other varieties. ഏലക്കപ്പൊടി വേണമെങ്കിൽ ചേർക്കാം നമുക്ക് ഇതിലേക്ക്. And it would give a different taste to the recipe. ഈ ഹെൽത്തി സ്വീറ്റ് നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. Do try it and let me know your views. It's tasty and healthy. So it becomes a healthy snack. It's never too late to start being sensible about your health, right? So let's start with the healthy snack itself. Hope you all like this video. Do like, share and subscribe to my channel Res Unicorn Vlogs. Until next video, adios. And don't forget, be healthy,
Stay happy.